കണ്ണൂർ കണ്ണപുരം കീഴറയിൽ വാടക വീട്ടിൽ വൻ സ്ഫോടനമുണ്ടായിരിക്കുകയാണ്. ഈ സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചു, ഒരാൾക്ക് ഗുരുതര പരിക്കുമേറ്റിട്ടുണ്ട്. പുലർച്ചെ 2 മണിയോടെയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. സ്ഫോടനത്തിൽ തകർന്ന വീട്ടിൽ നിന്ന് ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കണ്ണപുരം പോലീസും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തിയിട്ടുണ്ട്. പടക്ക നിർമ്മാണത്തിനിടെയാണ് ഈ സ്ഫോടനം നടന്നത് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. അപ്പോ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ആദ്യം നമുക്ക് CK വിജയനിലേക്ക് പോകാം. വിജയൻ, എപ്പോഴാണ് ഈ സ്ഫോടനം ഉണ്ടായത്? എന്താണ് സംഭവിച്ചത്? വലിയൊരു സ്ഫോടനമാണ് ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് റിപ്പോർട്ടേഴ്സിലേക്ക് എത്താം. പുലർച്ചെ 2 മണിയോടെയായിരുന്നു ഈ ഒരു അപകടം ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ വീട്ടിൽ ഉണ്ടായ ഈ ഒരു സ്ഫോടനത്തിൽ ഒരാൾ മരിക്കുകയും ഒരാൾക്ക് ഗുരുതര പരിക്കേൽക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണങ്ങൾ ഇനി വരേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഫോടനത്തിൽ തകർന്ന വീട്ടിൽ നിന്ന് ശരീര അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ വീട്ടിൽ ഒരാൾ മാത്രമായിരുന്നോ, 2 പേരാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത്, മറ്റാളുകൾ ഉണ്ടായിരുന്നോ എന്നതൊക്കെ അറിയേണ്ടതുണ്ട്. അപ്പോൾ കണ്ണപുരം പോലീസും അഗ്നിരക്ഷാ സേനയും സ്ഥലത്തെത്തിയിട്ടുണ്ട്. പ്രാഥമികമായിട്ടുള്ള തെളിവുകളൊക്കെ ശേഖരിക്കേണ്ടതുണ്ട്. പടക്ക നിർമ്മാണത്തിനിടെയാണ് ഈ ഒരു സ്ഫോടനം നടന്നത് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന വിവരം. CK വിജയൻ ചേരുന്നുണ്ട്. വിജയൻ, എപ്പോഴാണ് ഈ സ്ഫോടനം ഉണ്ടായത്? എന്താണ് സംഭവിച്ചത്? 2 മണിയോടുകൂടിയാണ് സ്ഫോടനം എന്നതാണ് പോലീസിന് മുന്നിലുള്ള വിവരം. എന്താണ് കാരണമെന്ന് മാത്രമല്ല, എന്താണ് കാര്യങ്ങൾ എന്ന കാര്യത്തിൽ അടിമുടി ദുരൂഹത ഇപ്പോഴും തുടരുന്നു. എങ്ങനെയാണ് സ്ഫോടനം ഉണ്ടായത്? അവിടെ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചതാണോ, ഇനിയല്ല അത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മൊത്തം അവ്യക്തത നിലനിൽക്കുന്നത്. ഏതായാലും ഒരു കെട്ടിടം ആകെ തകർന്ന് തരിപ്പണമാകാൻ പാകത്തിലുള്ള അത്രയും ഉഗ്രശേഷിയുള്ള സ്ഫോടനം ഉണ്ടായിട്ടുണ്ട്. 2016 ഇതിന് സമാനമായി കണ്ണൂർ പള്ളിക്കുന്ന് രാജേന്ദ്ര നഗർ കോളനിയിലാണ് ഇതുപോലൊരു സ്ഫോടനം ഉണ്ടായത്. അന്നും ഇതുപോലെ വീട് പൂർണ്ണമായി തകരുകയും അതിൽ 3 പേർക്ക്, വീട്ടിനകത്തുണ്ടായിരുന്ന 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതിൽ ഈ ഒരാളുടെ മരണം പോലീസ് പൂർണ്ണമായും സ്ഥിരീകരിക്കുന്നുണ്ട്. ബാക്കി എത്ര പേരുണ്ട്, അതിനകത്ത് മറ്റുള്ളവർ ഉണ്ടായിരുന്നോ, എങ്ങനെ ഉള്ളവരുടെ പരിക്ക് എന്താണ് എന്നതുൾപ്പെടെ ഇപ്പോഴും പോലീസിന് ഒരു വിവരവും ലഭിക്കുന്നില്ല. പോലീസിന് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ ഈ സ്ഫോടനത്തിൽ തകർന്ന് ശരീര അവശിഷ്ടങ്ങളാണ് പല സ്ഥലങ്ങളിലായി ചിന്നിച്ചിതറിയിരിക്കുന്നത്. കോൺക്രീറ്റിന്റെ പാളികളടക്കം കോൺക്രീറ്റിന്റെ കട്ടകളായി തെറിച്ച് മറ്റു സ്ഥലങ്ങളിലേക്കെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. ഈ ഉഗ്രശേഷിയുള്ള സ്ഫോടനം നടന്നിട്ട് ഒരുപക്ഷെ കൂടുതൽ ഈ വെടിമരുന്നുകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ പടക്കങ്ങൾ ഉണ്ടാക്കി, ഉഗ്രശേഷിയുള്ള പടക്കങ്ങൾ ഉണ്ടാക്കി അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ആ സൂക്ഷിച്ച പടക്കങ്ങൾക്ക് ഒന്നാകെ തീപിടിച്ചു അല്ലെങ്കിൽ സ്ഫോടനം ഉണ്ടായി എന്നാണ് ഇപ്പോൾ പോലീസ് കരുതുന്നത്. ഏതായാലും ഈ രാത്രി 2 മണിയായതുകൊണ്ട് തന്നെ കൂടുതൽ പരിശോധനകൾ സാധ്യമായിട്ടില്ല. പൂർണ്ണമായും വെളിച്ചം വന്നതിന് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും വ്യക്തത കൈവരൂ എന്നാണ്. ഇപ്പോൾ 2 പേരാണ്, ഒരാൾ മരിക്കുകയും പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ പേരുണ്ടായിട്ടുണ്ടോ? ഇവർ ആരാണ് എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടുണ്ടോ? ഈ ഒരാൾ പരിക്കേറ്റ ആളും മരിച്ച ആളും, ഇതിൽ സ്ത്രീയും പുരുഷനും എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ? അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ആകെ അവിടെ നിന്നും പോലീസിന് ലഭിച്ചിരിക്കുന്ന കൃത്യമായ സൂചന എന്നുള്ളത് ഒരാളുടെ ഐഡന്റിറ്റി കാർഡ് മാത്രമാണ്. അത് കണ്ണൂർ നഗരത്തിലുള്ള ഒരാളുടെ വിലാസത്തിലുള്ളതാണ് ഈ തിരിച്ചറിയൽ കാർഡ്. അത് വെച്ചാണ് ഇപ്പോൾ പോലീസ് പ്രാഥമികമായ അന്വേഷണം നടത്തുന്നത്. അല്ലാതെ ഈ മരിച്ചത് ആരാണ് എന്ന കാര്യത്തിൽ ഒരു വിവരവും പൂർണ്ണമായും ലഭിച്ചിട്ടില്ല. കൂടെ ആരാണ് ഉണ്ടായിരുന്നത്, എത്ര പേരുണ്ടായിരുന്നത്, ഇത് സംബന്ധിച്ചും ഇപ്പോഴും വ്യക്തതയില്ല. CK, ഇപ്പോൾ സ്ഥലത്ത് പോലീസും അഗ്നിരക്ഷാസേനയും എത്തിയിട്ടുണ്ടല്ലേ? അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രതികരണം വന്നിട്ടുണ്ടോ? പോലീസും അതോടൊപ്പം തന്നെ നാട്ടുകാർ, മറ്റ് അന്വേഷണ സംഘങ്ങൾ എല്ലാം തന്നെ ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഫോറൻസിക് പരിശോധന ഉൾപ്പെടെയുള്ളത് അധികം വൈകാതെ തന്നെ ആരംഭിക്കുകയും ചെയ്യും. പക്ഷേ അപ്പോഴും ഇത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏറ്റവും പ്രധാനം പോലീസ് അതിൽ മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പരിശോധിച്ചു വരുന്നത്. എന്താണ് അവിടെ നടക്കുന്നത് എന്ന കാര്യവും അറിയില്ല. നേരത്തെ തന്നെ ഇത്തരത്തിൽ ഈ അവിടെ വാടകയ്ക്ക് നൽകിയ ആളെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ അവിടെ താമസിക്കുന്ന ആളെ സംബന്ധിച്ചും പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ പള്ളിക്കുന്നിൽ സ്ഫോടനമുണ്ടായ അയാൾക്ക്, അതായത് അവിടെ അന്ന് പടക്കം സൂക്ഷിച്ച അല്ലെങ്കിൽ വെടിമരുന്നുകൾ സൂക്ഷിച്ച അയാൾക്ക് ഇതുമായി ബന്ധമുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വരെ ഇപ്പോൾ പോലീസിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ അന്വേഷണം നടന്നിട്ടുണ്ട്. അത് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഒരാളുടെ മരണം പൂർണ്ണമായും സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റുള്ളവരുടെ മറ്റു കൂടെ ആൾക്കാരുണ്ടായിരുന്നു, എത്ര പേരുണ്ടായിരുന്നു എന്നത് സംബന്ധിച്ച് പൂർണ്ണമായും വ്യക്തമല്ല. ഒരാളുടെ പരിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നും അല്ല അയാൾക്ക് മരണം തന്നെ സംഭവിച്ചു എന്നും ഉള്ള വിവരങ്ങളുണ്ട്. പക്ഷെ അതിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല.
ശരി സിക്കെ. കണ്ണൂർ കണ്ണപുരം കിഴറയിലാണ് വാടക വീട്ടിൽ ഈ ഒരു വൻ സ്ഫോടനം ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു സ്ഫോടനത്തിൽ ഒരാൾ മരിക്കുകയും ഒരാൾക്ക് ഗുരുതര പരിക്കുമാണ് ഏറ്റിട്ടുള്ളത്. ഇവരാരാണ് എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. വാടക വീട്ടിലാണ് ഈ ഒരു സ്ഫോടനം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവരാരാണ് വാടകയ്ക്ക് എത്തിയത് എന്ന കാര്യത്തിലൊക്കെ സ്ഥിരീകരണം വരേണ്ട ഒരു ഐഡന്റിറ്റി കാർഡ് മാത്രമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് സിക്കെ വിജയൻ നൽകുന്ന വിവരം. പുലർച്ചെ 2 മണിയോടെയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്. അടിമുടി ദുരൂഹതകളുണ്ട്. എങ്ങനെ ഈ വീട്ടിൽ ഈ ഒരു സ്ഫോടനം ഉണ്ടായി, എന്താണ് അവിടെ നടന്നിരുന്നത്, ഇതൊക്കെ അറിയേണ്ടതുണ്ട്. ഈ ഒരു സ്ഫോടനത്തിൽ തകർന്ന വീട്ടിൽ നിന്നാണ് ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇപ്പോൾ സ്ഥലത്ത് കണ്ണപുരം പോലീസും അതേപോലെ തന്നെ അഗ്നിരക്ഷാ സേനയും സ്ഥലത്തെത്തിയിട്ടുണ്ട്. പരിശോധനകളൊക്കെ നടക്കുന്നുണ്ട്. പ്രാഥമികമായിട്ട് പടക്ക നിർമ്മാണത്തിനിടെയാണ് ഈ ഒരു സ്ഫോടനം നടന്നത് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. കൂടുതൽ തെളിവുകൾ, കൂടുതൽ വിവരങ്ങളൊക്കെ വരും മണിക്കൂറുകളിലാണ് വരേണ്ടത്.